ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്താ വെച്ചാല് കാര്യമൊന്നുമില്ല, ഇന്നെന്താ വെച്ചാല് നമുക്ക് കാര്യമായിട്ട് കുക്കിംഗ് ഇല്ല, വർക്ക് ഉണ്ട്. പക്ഷെ വർക്ക് ഉച്ചക്കാട്ടോ 11 മണിയൊക്കെ ആവുമ്പോ നമുക്ക് പാണ്ടിക്കാട് എത്തണം. പാണ്ടിക്കാടാണ് വർക്ക്. ഉമ്മാന്റെ ഏട്ടത്തിന്റെ മോളെ കുട്ടീന്റെ കല്യാണം കേട്ടോ. കല്യാണമല്ലേ, നിക്കാഹ്. അപ്പം കഴിഞ്ഞ് പോണം. നമ്മൾ ആദ്യം കരുതിയത് നമ്മൾ ഒറ്റക്ക് ബൈക്കിൽ ഫസ്റ്റ് പോയിട്ട് പോലും വരാന്നാണ്. ഇനിയിപ്പോ മഴ ആയതുകൊണ്ട് ചിലപ്പോ വണ്ടിക്കാവും. വൈകുന്നേരമാണ് റിസപ്ഷൻ, അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഓല് പിന്നെ വരാന്നുള്ള ഒരു മൈൻഡിക്ക് നിന്നത്. കാരണം അത്രയും നേരം അവിടെ നിൽക്കണ്ടേ. നമ്മളെ മൈക്ക് പോയുമ്പോഴത്തേന് ഏകദേശം 1 മണി മുതൽ നമ്മളത് കഴിയും. അപ്പം അത് കഴിഞ്ഞ് പിന്നെ 4 മണിക്കാണ് റിസപ്ഷൻ. ഇവർക്ക് അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ പിന്നെ അത്രയും നേരം ഇവരും വന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കേണ്ട എഴുതിയിട്ടാണ്. പക്ഷെ മഴ ആയതുകൊണ്ട് ചിലപ്പോ നമ്മള് ആ വണ്ടിക്ക് തന്നെ പോകേണ്ടി വരും. പിന്നെ എല്ലാവരും നമ്മളെ ഹിജാബ് വീഡിയോ ചോദിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഒന്നും ഇല്ല, എന്നാലും ചെയ്യാം. ഷോർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ, ലോങ്ങിലൊന്നും ഉള്ളത് ഉണ്ടാവില്ല. ഷോർട്ട് ആക്കിയാണ്ട് ഹിജാബ് വീഡിയോ പിന്നെ നമ്മളെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, ലോങ് വീഡിയോ ആയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ചെയ്താലോ? അങ്ങനെ ചെയ്യാം. അതായത് ഒക്കെപ്പാടെ ഇൻക്ലൂഡ് ആക്കി മറ്റേ വീഡിയോ ചെയ്യാം. ഞങ്ങൾ ഇനി പുതിയ കോസ്റ്റ്യൂം ഒക്കെ എടുക്കട്ടെ. അപ്പൊ നമ്മള് ഒരിക്കാൻ പോകുമ്പോ അതേമാതിരി വീഡിയോ എടുക്കാം. ലോങ് വീഡിയോയിൽ ഞങ്ങളെ ഹിജാബ് സ്റ്റൈലും പിന്നെ ഇതും ഒക്കെ ചെയ്യാം. നമ്മൾ ഷിമ്മർ ഇടുമ്പോഴുള്ള സ്റ്റൈലും ഞങ്ങൾ കുറെ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഉപയോഗിക്കും. ലിപ്സ്റ്റിക് മെയിനാണ്. ഐബ്രോ ഉപയോഗിക്കും. ഐബ്രോ ഫില്ല് ചെയ്യും. പിന്നെ ഞങ്ങൾ ഫേസിൽ കാര്യമായിട്ട് അങ്ങനെ ഫൗണ്ടേഷനോ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും ഉപയോഗിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ പറഞ്ഞുതരാനുള്ളതെന്ന് എങ്ങനെ അത്. പിന്നെ സ്കിൻ കെയർ ചോദിക്കും, അത് അത്രയില്ല. പോകുമ്പോ ഇങ്ങനെ ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ യൂസ് ചെയ്യുമെങ്കിലും സ്കിൻ കെയർ ആയിട്ട് നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മളെന്തായാലും ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അങ്ങനെയൊക്കെ. അപ്പൊ ഇന്ന് നമുക്ക് കാര്യമായിട്ട് ഒരു പണിയില്ല. നമ്മള് ചായക്കടി കൊണ്ടുവരാന് ചായക്കടി ഇപ്പൊ പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് വേണ്ട, കറി ഉണ്ട്, ഇന്നലത്തൊക്കെ ഉണ്ട്. അപ്പൊ അതും വേണ്ട ഞങ്ങൾക്കൊന്നും. പിന്നെ കറി അങ്ങനെ കുഴപ്പമില്ല, പൊറോട്ടയ്ക്കൊന്നും വലിയ കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഒന്നുകൂടെ ഇപ്പൊ അല്ലേ. ശരി. അപ്പൊ ഞമ്മക്ക് ഇനി കാൽ ചായ ഉണ്ടാക്കാം. കിച്ചണില് നല്ല മഴ കേട്ടോ. ഞങ്ങൾ പറയുന്ന ശേഷം ഉണ്ടാവോ? നല്ല മഴ, കിച്ചണില് നല്ല മഴയുണ്ട്. കാണിച്ചത് ഇന്നിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ലേറ്റായിട്ടാണ് കിച്ചണിൽ ഇറങ്ങിയത്. അങ്ങനെ പിന്നെ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ച് അപ്പോഴാണ് കാക്ക ഫ്രിഡ്ജിൽ നിന്ന് ചീസുമായിട്ട് വരുന്നത്. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ പരിപാടി? ചീസ് ടോസ്റ്റ്. നെയ്മറിന്റെ ഇട്ട് വരാൻ മാത്രം ചങ്കൂറ്റുണ്ടെങ്കിൽ ടീം പോയാലും ക്രിസ്ത്യാനോനും ഇവിടെ ടീം കുളം കളിക്കണേ. കുഴപ്പമില്ല, നമ്മള് കളിയൊന്നും കാണാത്തോണ്ട് പിന്നെ പ്രശ്നമല്ല. വേസ്റ്റ് ആക്കിക്കണോ? അതൊക്കെ എടുത്തോളി. ചീസൊന്നും വേസ്റ്റ് ആക്കരുത്. മറ്റേ കുട്ടി തൈ വെച്ചിട്ടാരി ഒരു കുട്ടി തൈ വെച്ചിടുമല്ലോ, കുഴിച്ചിടും, പിറ്റേന്ന് മാറ്റി വെക്കും. ഇനിയിപ്പ പറയാല്ലേ. അപ്പോഴത്തേന് ചായൻ്റെ വെള്ളമൊക്കെ തളിച്ച് അയക്കപ്പൊടി ഇട്ട് മുത്തുവാണെങ്കിൽ അപ്പുറത്ത് ഐസുക്ക് വേണ്ടിയിട്ട് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കണ്ടേ. പിന്നെ നമുക്കിന്ന് കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഉമ്മപ്പാനോട് പൊറോട്ട കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇപ്പോൾ വന്നപ്പോൾ പൊറോട്ട കൊടുന്നു. അപ്പോൾ ഞാനതൊക്കെ പ്ലേറ്റിക്കൊക്കെ ആക്കി. അതിന് ശേഷം പിന്നെ നമ്മൾ ചായ എടുക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഉപ്പി അഫ്ലൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അഫ്ലു വർക്കിന് പോയിക്കാണ്. അപ്പോൾ പള്ളിക്ക് വേണ്ടിയിട്ട് പോയിക്കാണ്. നമുക്കിത് കൊണ്ടു നിന്നിട്ട് അങ്ങനെ ഉമ്മി ഞാനും മുത്തും കൂടി നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അയച്ചു. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. നമുക്ക് ഏകദേശം 9 മണിയാകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങണം. ടൈം ഏകദേശം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ ചായയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. വലിയ
ഹെവി ഒന്നും അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് കറിയൊന്നും ഉണ്ടാക്കാനില്ല. അപ്പം അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇനി ഞങ്ങള് കുളിച്ച് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് പോകാൻ നിൽക്കാം. 9:00 നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. 9:30 പിന്നെ ഉമ്മ അവിടെ എല്ലാവരും ചോദിക്കലുണ്ട്. ഉമ്മ അവിടെ ഉണ്ടാവലുണ്ട്. എന്താ വെച്ചാൽ ഉമ്മ ഷാള് ചിലപ്പോ ചിലപ്പോ മുണ്ട് തോർത്തെടുത്ത് ഇങ്ങനെ അങ്ങനെയൊക്കെ. അപ്പൊ പിന്നെ നമ്മളെ മാതിരി ഇങ്ങനെ ഷാളൊക്കെ ഇട്ട് ഇങ്ങനെ ഞങ്ങളും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഷാൾ ഇട്ടാണ്ടല്ലോ നിൽക്കാം. നമ്മള് വീഡിയോയിലേക്ക് വേണ്ടിട്ട് അങ്ങനെ നമുക്ക് കിച്ചണിലൊക്കെ നിൽക്കുമ്പോ കംഫർട്ട് ഒന്നുകൂടി ചുറ്റി കെട്ടി അടക്കുകയാണ് പരിപാടി. പക്ഷെ ഇപ്പൊ നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോ ഒന്നും കൂടെ ഒക്കെ ചുറ്റി കെട്ടി നിൽക്കാനൊക്കെയാണ് ഭയങ്കര ഈ ചുറ്റല് അമ്മച്ചി കെട്ടിട്ടു. അതെ അതെ. ഇത് ഐസു കുട്ടി കുളിച്ചു മാറ്റി പോലെ തംസപ്പെട പോയിട്ട് വരാൻ പറയടാ. അപ്പൊ അങ്ങനെ ഞങ്ങള് മാറ്റിട്ടുള്ള അപ്പൊ ഞങ്ങള് പോവാൻ നിക്കാണ്. 9:00 ആയിക്കണു ഇറങ്ങാൻ നിക്കാണ്. ഞങ്ങളൊക്കെ ഒരു പച്ചയില കേട്ടോ. അതെ ഐസ് പച്ച, ആശി പച്ച, എല്ലാരും പച്ച. കോയിൻസിഡൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? എല്ലാരും പച്ച. പച്ചക്കുപ്പായം കാണിച്ചു കൊടുത്താ അത് നമുക്ക് ചളിയായി ഇടാനുള്ളതാ. സെക്കൻഡറി ആണ്. ഈ കുപ്പായി ചളി അന്റെ പച്ചക്കുപ്പായം കാണിച്ചു കൊടുക്ക. ഇവിടെ ഞാൻ പച്ച പറഞ്ഞോളാം. ഞാനും പച്ച. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഐസ് പച്ച. അത് നമുക്ക് അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും പച്ചനെ പറഞ്ഞുകൊടുക്ക്. ഓർക്ക് കുറവായി ഗൈസ്. അപ്പൊ ഞങ്ങള് പോവാ. അപ്പൊ നിങ്ങള് എന്താ വീഡിയോയിൽ വരാത്ത ചോദിക്കണ്ടല്ലോ. വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് എന്ത് പണി എടുക്കണമെങ്കിലും തട്ടൊക്കെ ചുറ്റി കെട്ടി കുപ്പാക്കി കയറ്റി പിടിച്ച് അവന് പണി നീങ്ങുള്ളൂ. ആ തട്ടം നിർത്തിട്ട് ഒരു പണിയും കഴിയുള്ളൂ. അപ്പൊ എന്റെ വീട്ടിൽ ഉൾപ്പെടുത്തണ്ട. അതാണ് അമ്മാന്റെ കയ്യും ഇടക്കിടക്ക് ഇങ്ങനെ കാണും. കയ്യൊക്കെ നമ്മളിവിടെ കാര്യമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരാളായിക്കൂടെ ഓൻ്റെ ഷർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ച് എന്തോ കാര്യമായിട്ട് നിങ്ങളെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഇതാണ് എന്റെ കൈ. ഇത് ഫുള്ളും ഞാനാണ്. ഐസൊക്കെ കുപ്പായ കാണിച്ചു ഉമ്മാന്റെ കൈ ഉണ്ടാവലുണ്ട്. എല്ലാ വീഡിയോയിലും ഉണ്ടാവലുണ്ട്. പക്ഷെ ഇമ്മ എന്താ വെച്ചാല് ഇമ്മ ഇപ്പം മാക്സിക് ഇങ്ങനെ എന്താ കുത്തിയില്ല അങ്ങനെ മടക്കത്തൊക്കെ കുത്തി തലയിൽ അങ്ങനെ. അതുകൊണ്ടാണ് ഇമ്മാന്റെ ഇത് കാണിച്ചത്. നമ്മളതിന് വേണ്ടി ഷാളൊക്കെ ഇങ്ങനെ ഇട്ട് അത് അപ്പാപ്പ വരണം. പ്രിന്ററാണ് ഗൈസ്. ശരി എന്നാ അപ്പൊ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പോയിട്ട് കാണാം. അവിടെ കാശിനെ കാണിച്ചെടുക്കട്ടെ. ഹലോ ഇതും പച്ച അല്ലേ? പോവാണ്. ഓൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയാൽ ഓനക്ക് എപ്പോഴുള്ള പരിപാടിയുണ്ട്. ഇതേപോലെ ഇങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കും. ഞങ്ങൾ എന്തൊക്കെ ഇല്ല ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഡ്രസ് എടുക്കണം. അപ്പൊ ഈ വലിയ ബാഗ് എടുക്കണം. ആണോ? കടച്ചളി അപ്പൊ ഞങ്ങളെ വർക്കിന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ ഗൈസ്. കണ്ടോ പെട്ടി കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ വർക്കിൻ്റെ സാധനങ്ങളും എല്ലാം സെറ്റാക്കി നമ്മളിങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ. പിന്നെ ഉപ്പ നമ്മളെ കൂടെ പോരുന്നില്ല കേട്ടോ. ഉപ്പാക്ക് എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ ഡ്രമ്മില്ലേ വീഡിയോയിലൊക്കെ ബോറാന്നറിയാം. എന്താ വെച്ചാൽ മഴവെള്ളം മുഖാൻ വെച്ചതാ. പിന്നെ ഇത് വാപ്പച്ചിൻ്റെ കൃഷിക്ക് വേണ്ടി കൊടുന്ന് വെച്ചതാ. അതാണ് അപ്പം അതിൻ്റെ ഒരു ബോറായി കാണുന്നത്. നമുക്ക് പോകുമ്പോൾ ഉമ്മാൻ്റെ അനിയത്തിമാരെ പിക്ക് ചെയ്യാണ്ട്. പിന്നെ ഉമ്മാൻ്റെ ഒരു ഏട്ടത്തിൻ്റെ മോളെ വീട്ടിലാണ് നമുക്ക് പ്രോഗ്രാം വരുന്നത്. പ്രോഗ്രാം ഈവനിങ് ആണ് വരുന്നത്. നമുക്ക് പിന്നെ മൈക്കപ്പ് ചെയ്യാനുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഇറങ്ങുന്നത്. ആദ്യം ഞങ്ങൾ രണ്ടാളും ബൈക്കുമ്പോൾ പോകാൻ പ്ലാൻ ഇട്ടിനിയത്. പിന്നെ പെരും മഴ ആയത് കാരണം രാവിലെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഇറങ്ങി. നമ്മളെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ട്രാവൽ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നമ്മളവിടെ എത്തിയതിന് ശേഷം പിന്നെ ബ്രൈഡ് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് എന്തെങ്കിലും മേക്കപ്പ് ചെയ്യണതിന് കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളെ വർക്ക് കഴിഞ്ഞ് ഫൈനൽ ടച്ചപ്പിൽ
അങ്ങനെ നമ്മളെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ വിളിക്കുന്നുണ്ട്. നമ്മളെ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം സമയം 2 മണി ഉണ്ടാവും. ഇവിടെ ഈവനിങ് ആണ് പരിപാടി. അതുകൊണ്ട് തന്നെ നമ്മൾ ഓലെ വീട്ടിൽ നിന്നാട്ടോ ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി വെയർ ഒക്കെ ഇട്ട് വരരുത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം വരുന്നത്. ഏകദേശം 2 മണിക്കൂർ കഴിയണം ഇനി ഓഡിറ്റോറിയത്തേക്ക് പോകണമെങ്കിൽ. പിന്നെ ഐസ് വേണമെങ്കിലും അവൻ്റെ സ്കൂളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഇരിക്കുന്നത് കേട്ടോ ഉമ്മാൻ്റെ അനിയത്തിമാരും ഏട്ടത്തിമാരൊക്കെ. പിന്നെ നമ്മളെ ബ്രൈഡിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഇതാണ്. ആൾ സിമ്പിളായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോഴാണെങ്കിൽ ഇവരെ കസിൻസും എല്ലാവരും ഗ്രീൻ ഡ്രസ്സ് ഇട്ടിരിക്കണം. നമ്മൾ ഓൾറെഡി ഗ്രീൻ ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ വന്നത്. അപ്പോൾ നമ്മൾ ഇവരെ ഡ്രസ്സ് കൊടുക്കാനായിട്ട് മാച്ചായി. പിന്നെ എൻട്രിക്കും എല്ലാത്തിനും വരെ നമ്മളെ ഒപ്പം കൂട്ടി. പിന്നെ ഇത് രണ്ടും ഞങ്ങളെ മൂത്തമ്മാൻ്റെ മക്കളാണ്, ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മക്കളാണ്. അങ്ങനെ പിന്നെ ചെക്ക വന്നത്. അപ്പോൾ പിന്നെ എൻട്രിക്കും വേണ്ടിയിട്ടുള്ള ഓരോ പ്രിപ്പറേഷനിലാണ്. അപ്പോഴാണ് ഐസും കാക്കിയും ഇവിടെ ഇങ്ങനെ വട്ടം കറങ്ങി കൊടുക്കും. ഞാൻ രാവിലെ പച്ചട്ട് വന്നു. നമ്മളെത്തി നോക്കുമ്പോൾ ഞങ്ങൾ പച്ചയപ്പം ഉമ്മയും പച്ചട്ടോ, പിന്നെ കാക്കിയും പച്ചട്ട് ഞങ്ങൾ പച്ചട്ട് തെരേന്ന് ഇറങ്ങിപ്പോയി. ഇവിടെ എത്തിയപ്പോൾ ഇവരൊക്കെ പച്ചയാണ്. ഇവിടെ ഡ്രസ് കോഡ് പച്ചയാണ്. കണ്ടക്കാൻ ചൊല്ലി ഇവിടെ മൊത്തം പച്ചയാണ്. അതുകൊണ്ട് ഞങ്ങളോട് വല്ല പെൺകുട്ടിരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ എൻട്രി ചെയ്തിട്ട് വരാം. അങ്ങനെ പിന്നെ അതിന് ശേഷം പെണ്ണും ചെക്കനും സ്റ്റേജിൽ കയറി. പിന്നെ ഓലെ എൻഗേജ്മെൻറ്റും ഇന്ന് കേട്ടോ. നിൽക്കാവും എൻഗേജ്മെൻറ്റ് ഒരു ദിവസത്തിനോ. അതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമുക്ക് പിന്നെ നേരത്തെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് പോയി ഫുഡും കാര്യങ്ങളും കഴിച്ചു. അപ്പോൾ കുഞ്ഞാമാരൊക്കെ പോലെ വീട്ടിലാക്കിയതിന് ശേഷം നമ്മളും വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.